എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. 2025 അത്തം നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ചാനൽ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളിലേക്ക് കൃത്യമായും എത്തിച്ചേരാൻ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. അത്തം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ 2025 വന്നു ചേരുന്നതാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ സംഭവിക്കാനിടയുണ്ട്. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിൽ വളരെയധികം സന്തോഷം കണ്ടെത്തുന്നവരാണ് പൊതുവെ അത്തം നക്ഷത്രക്കാർ. കൂടാതെ തന്നെ നല്ല സൽസ്വഭാവികളും കഴിവും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ളവരായിരിക്കുന്ന ഇവരെ എല്ലാ മേഖലകളിലും ശോഭിക്കാൻ കഴിയുന്നവരാണ്. 2025 മാർച്ച് മാസം വരെ കുറച്ച് ദുഃഖവും അതുപോലെ രോഗദുരിതങ്ങളും ഒക്കെ വന്നു ചേരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായും ഒക്കെ ചില അസ്വസ്ഥതകളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനുവേണ്ടി ചികിത്സ തേടേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. ആശുപത്രി വാസവും ഒക്കെ വേണ്ടി വന്നേക്കാവുന്ന ഒരു സമയമാണ് മാർച്ച് വരെ. വാഹനവുമായി ബന്ധപ്പെട്ടും സൂക്ഷിക്കേണ്ടുന്നതായ ഒരു കാലമാണ് ആദ്യത്തെ ഒരു 3 മാസക്കാലം. ഇവർക്കുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ദീർഘകാലം ചിലപ്പോൾ മെഡിസിൻ കഴിക്കേണ്ടതായി വന്നേക്കാം. പെട്ടെന്നൊന്നും ചിലപ്പോൾ അത് നിർത്താനായിട്ട് കഴിഞ്ഞു എന്ന് വരില്ല. അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നവരാണ് ഈ അത്തം നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഈ സ്നേഹിക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നല്ല മനഃശക്തിയും അതുപോലെ കായിക ശക്തിയും ശാരീരികമായിട്ടൊക്കെ നല്ല കഴിവുള്ളവരാണ് ഇവർ. ഏതു പ്രശ്നവും ധൈര്യപൂർവ്വം നേരിടാനും അനായാസം തന്നെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും കഴിവുള്ളവരാണ്. അതുപോലെ ക്ഷമാശീലം പൊതുവേ കുറവായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇവർക്കുണ്ടായേക്കാവുന്ന പല ഭാഗ്യാനുഭവങ്ങളും ഇവരിൽ നിന്ന് വഴുതി പോകാവുന്ന ഒരവസ്ഥയൊക്കെ വരും. അതുപോലെ തന്നെ കേസിലും വഴക്കിലുമൊക്കെ ചിലപ്പോൾ ചെന്ന് ചാടേണ്ടതായിട്ട് വരും. അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ കയറി ഇറങ്ങേണ്ടതായിട്ടുള്ള ഒരു സമയമൊക്കെ വന്നു ചേരാവുന്നതാണ്. അതുപോലെ ഈ പ്രശ്നങ്ങൾ മൂലമൊക്കെ തന്നെ കുടുംബത്തിൽ സ്വൈരക്കേടിനും അത്യാവശ്യം കലഹത്തിനുമൊക്കെ ഒരു സാധ്യതയുണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടായെന്നിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും വിവാഹ കാര്യങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർ നീട്ടിക്കൊണ്ടു പോകാതെ അതെല്ലാം അനുകൂലമായി കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ടൊക്കെ വരികയാണ്. ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വിവാഹമൊക്കെ നടത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് കൂടുതൽ കാലം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ചിലപ്പോഴെങ്കിലുമൊക്കെ ഈ അത്തം നക്ഷത്രക്കാരുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് ചിലപ്പോൾ വേദനിക്കുന്നതിനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ടായി വന്നേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി കഠിനമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഉയർച്ചയും ജീവിതത്തിൽ ഇവർക്കുണ്ടായി വരും. അതുപോലെ 2025 പകുതിയോടുകൂടി സുപ്രധാനമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ളൊരു സാധ്യത ഇവർക്കുണ്ട്. ആ തീരുമാനം എടുക്കുന്നത് മൂലം തന്നെ കുടുംബത്തിൽ ഒരുപാട് ഐശ്വര്യവും സന്തോഷവും മനസ്സമാധാനവും ഒക്കെ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നത് മുൻകാലങ്ങളിൽ ചില വഴക്കും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത് മാറി ഐക്യവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്നതാണ്. ബിസിനസ്സിലും കച്ചവടങ്ങളിലുമൊക്കെ ഉയർച്ച ഉണ്ടാകുന്നൊരു കാലമാണ്. ബിസിനസ്സൊക്കെ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ചിട്ടിയിലൂടെയും അതുപോലെ ലോണുകളായിട്ടുമൊക്കെ ആവശ്യത്തിന് പണം വന്നു ചേരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ബിസിനസ്സിനെ വളരെയധികം ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനുമൊക്കെ കഴിയുന്നൊരു കാലമാണ്. അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത്
ലഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. സർക്കാരിലേക്ക് ജോലിക്ക് വേണ്ടി ടെസ്റ്റൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ജോലി കിട്ടാനുള്ളൊരു സാധ്യത ഈ വർഷത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷ്യ സംസ്കരണവും അതിൻ്റെ വിപണനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ ജോലിയൊക്കെ ചെയ്യുന്നവർക്കും ആ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ കുറച്ചുകൂടി ഒന്ന് സൂക്ഷിച്ചൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ വീട് മോടി പിടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ പുതുക്കി പണിയുന്നതിനോ ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് 2025. അതുപോലെ തന്നെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വേണ്ടിയൊക്കെ ചിലപ്പോൾ കുറച്ച് പണമൊക്കെ ചിലവഴിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. ദൂരയാത്രയും അതുപോലെ സങ്കേതങ്ങൾ ദർശിക്കാനുമുള്ള ഒരു അവസരമൊക്കെ വന്നു ചേരും. അതുപോലെ തന്നെ പ്രണയസാഫല്യമൊക്കെ ഉണ്ടാകും. പ്രണയസാഫല്യം, അതുപോലെ പുനർവിവാഹം, രണ്ടാമത് വിവാഹമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടും സ്ഥലവും ഒക്കെ വിറ്റ് മറ്റൊരിടത്തേക്കൊരു വീടും ഭൂമിയും കൂടെ ചേർത്ത് വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും കുറച്ച് ദൂരേക്ക് മാറി താമസിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടക്കുന്നൊരു കാലമാണ്. അതിനൊക്കെ കാലം ഇപ്പോൾ അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഭൂമിയൊക്കെ വിൽക്കുന്നവർക്ക് നല്ല സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ മക്കൾക്ക് ഉയർച്ചയും അതുമൂലമൊക്കെ ഉള്ളൊരു സന്തോഷവുമൊക്കെ മാതാപിതാക്കൾക്കുണ്ടാകും. പഠിക്കുന്ന കുട്ടികളിലൊക്കെ പൊതുവെ ഒരു അലസതയും ഒക്കെ ഉണ്ടായി വരുന്നൊരു സമയമാണ്. അവരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നല്ല ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു കാലമാണ്. മനസ്സന്തോഷം കുറയുന്നവർ ദേവീക്ഷേത്രത്തിലൊക്കെ പോയി അവിടെ പ്രാർത്ഥനയും മറ്റുമായിട്ടൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ കൃഷിയും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. കൃഷിയിലൊക്കെ നല്ല സാമ്പത്തിക മേന്മയൊക്കെ ഉണ്ടാകുവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ദേവീക്ഷേത്ര ദർശനമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. നന്ദി.